നോട്ട് കൊള്ളയ്ക്കെതിരെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് അധികാർ യാത്ര ഇന്ന് ബീഹാറിൽ തുടങ്ങുകയാണ്. ബീഹാറിലെ 24 ജില്ലകളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്ര കടന്നുപോകുന്നത്. RJD നേതാവ് തേജസ്വി യാദവും ഇടതു നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്രയിൽ പങ്കെടുക്കും. യാത്ര സമാപിക്കുക സെപ്റ്റംബർ 1 ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയോടെ. അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 3 മണിക്ക്. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ പ്രതിഷേധത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഉറ്റുനോക്കുന്ന വാർത്താ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷ. ഗുഡ് മോർണിംഗ് റോഷ്നി, ഞാൻ ചൈതന്യ. എന്താണെങ്കിലും വലിയ ആകാംക്ഷയാണ് ഉള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിടുന്നു. അതിനു പിന്നാലെയാണ് വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് വോട്ടർ പട്ടിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉണ്ടായത്. ആ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് ഇന്നിപ്പോൾ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ ആരംഭിക്കുന്നത്. നമ്മളുള്ളത് സസാറാമിലാണ്. സസാറാമിലെ സുവാര എന്ന സ്ഥലത്താണ് ഈ യാത്ര ആരംഭിക്കുന്നത്. സുവാരയിലെ പ്രവേശന കവാടമാണിത്. ഇവിടെ 11:30 യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. 11:30 യാത്ര ആരംഭിച്ച വലിയ റാലിയായി, പ്രത്യേകിച്ച് 24 ജില്ലകളിലൂടെ അതോടൊപ്പം തന്നെ അത്തരത്തിൽ വലിയ റാലിയായി തന്നെ മാറുന്ന റാലിയാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അതോടൊപ്പം തേജസ്വി യാദവ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇടതു നേതാക്കളൊക്കെ ഈ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമായും 24 ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ 60 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1300 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അത്തരത്തിൽ പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ഈ വോട്ടർ പട്ടിക ക്രമക്കേട്, പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കിയതോടെ 65 ലക്ഷം ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുകൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്ര കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളൊക്കെ ലക്ഷ്യം വെക്കുന്നത്. മൊത്തം 24 ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി കൂടിയാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ അടിത്തട്ടിൽ പാർട്ടികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതോടൊപ്പം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നടക്കമുള്ള നീക്കങ്ങളൊക്കെയാണ് എന്താണെങ്കിലും ഉള്ളത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിലൂടെ തന്നെ ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ പ്രത്യേകിച്ച് 11:30 ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 2 പോയിന്റുകളിലായാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ സമ്മേളനങ്ങൾ ഉള്ളത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനവും ദില്ലിയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ വലിയ തരത്തിൽ മറുപടി പറയുകയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയുടെ അത്തരത്തിലൊക്കെ മറുപടി പറഞ്ഞെങ്കിലും നേരിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ട് കാര്യങ്ങൾ വിവരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇപ്പോൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും ഏത് നിമിഷവും വേണ്ടി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണെങ്കിലും ബീഹാറിൽ നിന്ന് ഇന്നിപ്പോൾ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നയിച്ച യാത്ര. എന്തായാലും നോബൽ സാസാറാമിൽ നിന്നാണ് നോബൽ വിശദാംശങ്ങൾ നൽകിയത്. നോബലും നന്ദു പേരാമ്പ്രയും അവിടെ തുടരുകയാണ്. യാത്രയുടെ ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തി.